വെൽക്കം ബാക്ക് ടു ജീനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശയും ചട്നിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് ചേർക്കരുത്, അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് തിക്കുമാകരുത്, ഒരുപാട് ലൂസുമാകരുത്. ഇതുപോലെ ഒഴിക്കുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വളരെ ലൂസാണെങ്കിൽ അല്പം നേരം വെയിറ്റ് ചെയ്താൽ മതി. റവ ആ ഒരു എക്സ്ട്രാ മോയ്സ്ചർ വലിച്ചെടുത്തോളും. തിക്കാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചന ഡാൽ അല്ലെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു 30 സെക്കൻഡിന് താഴെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ആവശ്യത്തിനുള്ള കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരണം. ഒരുപാട് വാടി അത് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വരും. ഇതാണ് നമ്മുടെ ദോശയ്ക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ദോശ ബാറ്ററിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. ടൊമാറ്റോ ഒനിയൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ടൊമാറ്റോ ഒനിയൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതേ സെയിം പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഉറുദ് ഡാൽ ചേർത്ത് കൊടുക്കാം, ഉഴുന്നുപരിപ്പ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചന ഡാൽ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി നടുവേ ഒന്ന് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 30 സെക്കൻഡിന് താഴെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരി കൂടുതൽ താല്പര്യമുള്ളവർക്ക് അല്പം കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. റോസ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഒരു മീഡിയം സൈസ്ഡ് ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് താഴെ സമയം കൊണ്ട് തന്നെ ഈ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാം.
5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുത്താൽ നമ്മുടെ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഓനിയൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഈ ബാറ്റർ മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്താൽ മതി. ബണ്ണിൻ്റെ ഷേപ്പിൽ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് താളിക്കാൻ എടുക്കുന്ന ചെറിയൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഈ ഒരു പാത്രം ഇല്ലാത്തവർ പാലപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി ആണെങ്കിൽ ഉപയോഗിക്കാം. അതും കയ്യിലില്ലാത്തവർക്ക് ദോശ തവയിൽ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് പരത്തി ഉണ്ടാക്കാം. ജസ്റ്റ് മണ്ണ് പോലെ കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ടേസ്റ്റ് സെയിം ആയിരിക്കും. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ. സൈഡിലൊക്കെ ഇത് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റിന് താഴെ ഇങ്ങനെ വെച്ച് തന്നെ വേവിക്കാം. കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ വെച്ചും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാതിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്